ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നകന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആദ്യ പദ്ധതിയിൽ നിന്ന് ഈ ലോകം വ്യതിചലിച്ചു. ഈ ലോകത്തെ സ്നേഹിച്ച ദൈവം മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശുവാണ് ആ പുത്രൻ. ഒരേ സമയം ദൈവവും മനുഷ്യനുമായി ജീവിച്ച യേശു പാപമുള്ള ലോകത്തിൽ പാപമില്ലാത്ത ഏക മനുഷ്യനായി. ഒടുവിൽ സകല മനുഷ്യരാശിയുടെയും പാപമോചനത്തിനായി അവൻ ക്രൂശിൽ മരിച്ചു. എന്നാൽ മരണത്തെ തോൽപ്പിച്ച് മനുഷ്യൻ്റെ രക്ഷയ്ക്കായി അവൻ മൂന്നാം ദിവസം ഉയർത്തു. പിന്നീട് കുറച്ചുനാൾ ശിഷ്യരോടൊപ്പം ഭൂമിയിൽ വസിച്ച ശേഷം തിരികെ സ്വർഗത്തിലേക്ക് മടങ്ങി. യേശുവിൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിക്കുകയും ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുകയും ചെയ്തു. യേശുവിലൂടെ വിശ്വസിക്കുന്ന ആർക്കും രക്ഷിക്കപ്പെടാം എന്ന സന്തോഷവാർത്തയുമായി ശിഷ്യന്മാർ ലോകം മുഴുവൻ സഞ്ചരിച്ചു. യോഹന്നാൻ എന്ന ശിഷ്യൻ പത്മോസ് ദ്വീപിൽ കഴിയുന്ന സമയം യേശു നടക്കാനിരിക്കുന്ന സംഭവങ്ങൾ ഒരു വെളിപ്പാടായി കാണിച്ചു കൊടുത്തു. യോഹന്നാൻ അതെഴുതി വച്ചു. ഇതാണ് ബൈബിളിലെ വെളിപ്പാട് പുസ്തകം. സമീപഭാവിയിൽ തന്നെ യേശു മടങ്ങി വരുമെന്നും തന്നിൽ വിശ്വസിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിശ്വാസികളെ സ്വർഗത്തിലേക്ക് യേശു കൊണ്ടുപോകുമെന്നും വെളിപ്പാടിൽ പറയുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർ രണ്ടാം വരവിൽ സ്വർഗത്തിലേക്ക് പോകും. എന്നാൽ അതിനുശേഷം ഇവിടെ അവശേഷിക്കുന്നവരെ ഭരിക്കുവാൻ വരുന്ന അന്ധകാര ശക്തിയാണ് എതിർ ക്രിസ്തു. എതിർ ക്രിസ്തു ഒരു ഏകലോകം സൃഷ്ടിക്കുകയും സമാധാനം പ്രഘോഷിക്കുകയും ചെയ്യും. എങ്കിലും അവശേഷിക്കുന്നവരിൽ ആരെങ്കിലും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ എതിർ ക്രിസ്തു അവരെ പീഡിപ്പിക്കും. ഈ സമയത്തും പ്രലോഭിതരാകാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് രണ്ടാമതൊരു അവസരം കൂടിയുണ്ട് രക്ഷിക്കപ്പെടുവാൻ. ഇതാണ് മഹോപദ്രവകാലം. ഒടുവിൽ യേശു ദൈവദൂതന്മാരുമായി വന്ന് എതിർ ക്രിസ്തുവിനെ തോൽപ്പിച്ച് ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം പണിയും. വിശ്വാസികളായ ശിഷ്യരുമൊത്ത് 1000 വർഷം ഈ ഭൂമിയിൽ യേശു ഭരിക്കുകയും ചെയ്യും. യേശുവിൻ്റെ രണ്ടാം വരവിന് മുമ്പായി ധാരാളം അടയാളങ്ങൾ ഉണ്ടാവുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അവയിൽ പലതും സംഭവിച്ചുകൊണ്ടും ഇരിക്കുന്നു. എങ്കിലും എന്നാണിത് നടക്കുക എന്നത് ആർക്കും കൃത്യമായി പ്രവചിക്കാനാവാത്ത ഒരു കാര്യമാണ്. നമുക്ക് ആകെ ചെയ്യാനാവുന്നത് ഒരുങ്ങിയിരിക്കുക എന്നത് മാത്രമാണ്. ഒരുങ്ങിയിരിക്കുക. പിടിച്ചിരുന്നോ? ഒരു മിനിറ്റ്. പിടിച്ചിരുന്നോണം, വീഴരുത്. അങ്ങോട്ടാ. അയ്യോ സാങ്കുട്ടാ, അയ്യോ മോനെ സാങ്കുട്ടാ, അയ്യോ. എന്താടാ ബോബി?
ഞാനൊരു സ്വപ്നം കണ്ടതാ. ഓ, നീ മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞടാ. നിന്റെ മോനിപ്പോ എത്രാം ക്ലാസ്സിലെന്നാ നീ പറഞ്ഞേ? ഈ വർഷം 4ാം ക്ലാസ്സിലേക്കാവും. ആ, അവൻ മിടുക്കനാ. പോളച്ചനറിയോ, നന്നായി വരയ്ക്കും. കഴിഞ്ഞ കൊല്ലം ക്ലാസ്സിൽ ഫസ്റ്റാ. പിന്നെ ഓട്ടം, ചാട്ടം, എന്റെ കഴിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അവന്. കഴിവുകളൊക്കെ രക്തത്തിൽ കൂടി കിട്ടിയതാണെങ്കിൽ നിന്റെ അപ്പനും അതിലൊരു പങ്ക് കൊടുക്കേണ്ടവരുള്ളടാ ബോബി. ദേ പോളച്ച, നീ ചൂടാവണ്ട. ഒന്നുമില്ലേലും തരിയന്റെ രക്തം തന്നെയാണല്ലോ നിന്റെ. അങ്ങേര് നിന്റെ അപ്പനായി പോയില്ലടാ. മതി, നിർത്ത്. ഇനി ആ വൃത്തികെട്ട മനുഷ്യനെ പറ്റി ഒരു അക്ഷരം പറയണ്ട. അപ്പൻ മക്കളെ ജനിപ്പിക്കുന്ന ആർക്കും അപ്പനാവാം. പക്ഷേ ജനിപ്പിച്ച മക്കൾക്ക് നല്ല വഴി കാട്ടിക്കൊടുക്കുന്ന രക്ഷകർത്താവാൻ എല്ലാ അപ്പന്മാർക്കും കഴിയില്ല. വീട്ടിൽ പറഞ്ഞാണോ പോന്ന്? പെട്ടെന്ന് തോന്നുന്നു കരുതണ്ട. ശരിയാ, അത്ര നല്ലൊരു അപ്പനൊന്നും അല്ല ഞാനും. 2 മാസമായി ജയിലില്. എനിക്കറിയാം, ഒരപ്പനും സ്വന്തം മക്കൾക്ക് കാട്ടിക്കൊടുക്കേണ്ട വഴിയല്ലിത്. പക്ഷെ എന്തു ചെയ്യാം, എന്നെ ഈ വഴി കൊണ്ടെത്തിച്ചതും എൻ്റെ അപ്പൻ തന്നെയല്ലേ. 10ാം വയസ്സില് എന്നെ എൻ്റെ അമ്മച്ചിയും പെരുവഴിയിൽ ഇറക്കി വിട്ട അന്ന് മുടിഞ്ഞതാ എൻ്റെ ജീവിതം. പക്ഷെ ഞാൻ തോൽക്കാൻ തയ്യാറല്ലായിരുന്നു. അയാൾക്കെതിരെ മത്സരിക്കാനായിരുന്നു എൻ്റെ തീരുമാനം. തന്തയുടെ ഗുണമല്ലേ മോനും കിട്ടൂ. എനിക്കും അവകാശപ്പെട്ട ആ സ്വത്തിനു വേണ്ടി അയാൾക്കെതിരെ കേസ് കൊടുത്തതും വീട്ടിൽ പോയി വഴക്കുണ്ടാക്കിയതും ഒക്കെ ശരിയാ. പക്ഷെ അയാളുടെ 2ാം ഭാര്യ ചാവാൻ കാരണം ഞാൻ കള്ളു കുടിച്ചിട്ട് വീട്ടിൽ പോയി വഴക്കുണ്ടാക്കിയെന്നും പറഞ്ഞ അയാൾ കേസ് കൊടുത്തത്. എൻ്റെ യോഗം 6 മാസം തടവ്. പോളച്ചനറിയോ, സത്യത്തിൽ ഞാൻ അന്നൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ലായിരുന്നു. സാരമില്ല ബോബി, മറന്നുകളാ. മറക്കാനോ? ആ പരമം അയാളോട് പകരം ചോദിക്കാതെ ഈ ബോബി ഒന്നും മറക്കില്ല. നാട്ടുകാരുടെ എൻ്റെ ലിസയുടെ മുമ്പില് ഞാൻ തെമ്മാടിയാ. 2 കൊന്ന തെമ്മാടി. എല്ലാത്തിനും കാരണം അയാളാ, ആ പട്ടാളക്കാരൻ തര്യൻ. പിന്നെ ആകെ ഒരു സമാധാനം, എൻ്റെ മോൻ. അവനിതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ഗൾഫിലോ മറ്റോ ആണെന്ന് ലിസ അവനോട് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 50,000-ലേറെ ആളുകൾ മരിച്ചതായി കണക്കാക്കുന്നു. ലോകത്ത് എത്രയോ പേർ എങ്ങനെയൊക്കെയോ മരിക്കുന്നു. ഇങ്ങേർക്കൊന്നും മരണമില്ല. ഏതോ തരിയ. എന്താടോ ഇത്? പിള്ളേര് താൻ ഇത്ര നേരത്തെ തുടങ്ങിയോ? ചിലറിയാമല്ലോ, ഞാനിത് പട്ടാളത്തിലേ തുടങ്ങിയ ശീലമാ. എടോ, വല്ലപ്പോഴും 2 അടിക്കണ പോലെ അല്ല മൂക്കറ്റം കുടിച്ച് വഴി കിടന്ന് ബഹളം ഉണ്ടാക്കണത്. ഞാൻ ഇത്തിരി കുടിക്കുന്നത് കൊണ്ട് ആർക്കാ എത്ര വലിയ ബുദ്ധിമുട്ട്? തനിക്ക് തന്നെ, അല്ലാതെ ആർക്കാ? പഴയതൊന്നും മറന്നിട്ടില്ലല്ലോ താൻ. മനുഷ്യനെ നിയന്ത്രിക്കുന്നത് മദ്യമാവുമ്പോ സ്വന്തം ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിക്കാൻ തോന്നും. ഇങ്ങനെ ചങ്ങിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. ശരിയാ, ഞാൻ എൻ്റെ ആദ്യ ഭാര്യ ഉപേക്ഷിച്ചു. എപ്പോഴും ദിനം കഷ്ടപ്പെടാണ്ടിരിക്കുന്ന ഒരു പെണ്ണുപിള്ളയെ കൊണ്ട് ഒരു ഭർത്താവിന് എന്ത് ഗുണം ഉണ്ടാലാച്ചു? അത് അച്ഛന്മാർക്ക് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. തള്ള പോയപ്പോൾ തന്ത വേണമെന്ന് വെച്ച് അവനും ഇറങ്ങി. എന്നിട്ട് ആ തന്തയ്ക്ക് മറക്കാത്തവൻ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയല്ലേ. കൊടുക്കട്ടെ, പാവന്റെ ഭവാനി അവള് ചത്തത് അവന് ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് തന്നെ. എടോ തരിയ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. താൻ ഈ ശത്രുതയും വൈരാഗ്യമൊക്കെ ഒന്ന് അവസാനിപ്പിക്കേ. ഞാൻ ഈ പറയുന്നത് തന്റെ നല്ലതിന് വേണ്ടിയാ. എടോ, നല്ലത് ചെയ്തെങ്കിലേ നല്ല മരണം ലഭിക്കൂ. എനിക്ക് വേണ്ടച്ചോ നല്ല മരണം. ആ നാറിയോട് ക്ഷമിച്ചാലേ
ഈ ലോകത്തൊന്നല്ല, ചത്തങ്ങ് സ്വർഗത്തിൽ ചെന്നാൽ പോലും എനിക്ക് മനസ്സമാധാനം കിട്ടില്ല അച്ചു. എനിക്ക് ഇങ്ങനെയൊക്കെ ഈ ലോകത്തൊക്കെ ജീവിച്ചാൽ മതി. അല്ലെങ്കിലും ഇതൊക്കെ തന്നോട് പറഞ്ഞിട്ട് എന്തിനാ? താൻ വല്ല ധ്യാനത്തിനും പോയി നന്നാവാ നോക്ക്. ഓ ഓ എവിടെ? ഓ ഓമ്പ. എക്സ്ക്യൂസ് മീ, യെസ് എത്രയെന്നാ പറഞ്ഞേ? 4. അത് 3 ഉള്ളൂ. ഓ സോറി, ധൃതിയിൽ അങ്ങ് മറന്നുപോയി. താങ്ക് യു. ഇറ്റ്സ് ഓക്കെ. നിനക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്നാ എല്ലാരും പറയുന്നത്. എനിക്കെന്ത് പറ്റാനാ? ജോലിയുടെ കാര്യത്തിലല്ല, മൊത്തത്തിലൊരു ചേഞ്ച്. അത് ശരിയാ. എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദിവസങ്ങളാ കടന്നുപോയത്. നിനക്ക് എങ്ങനെയാ ഇത്ര ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയണേ? സോറി, ചിരി നിനക്ക് ഇത്ര ദേഷ്യമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ടല്ലടോ, സ്വന്തം ഭർത്താവ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോ ഭാര്യ ഇങ്ങനെ സന്തോഷിച്ച് നടന്ന നാട്ടുകാരെന്താ പറയുക? നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. ബോബി ജയിലിലായിരുന്നപ്പോ നിന്നെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചത് ദൈവവിശ്വാസം തന്നെയാവാം എന്ന് കരുതി അതിങ്ങനെ എല്ലാവരിലും അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയ? സത്യം പറയാലോ ലിസ, തന്നെ സഹിക്കാൻ വലിയ പാടാന്നാ ഇവിടെയുള്ള എല്ലാവരും പറയണത്. ഈ കഷ്ടപ്പാടിനിടയിൽ എനിക്കൊരല്പം മനസ്സമാധാനം കിട്ടുന്നത് എന്റെ യേശുവിലൂടെ തന്നെയാ ജയ. ഓക്കെ, അതൊക്കെ നല്ല കാര്യം തന്നെയാടോ. ആരും തന്നോട് ദൈവത്തെ തള്ളി പറയണമെന്നോ ഈ പുതിയ മതം ഉപേക്ഷിക്കണമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഇതിന്റെ പേരിൽ ഇങ്ങനെ നാടുതണ്ടി നടക്കരുതെന്നേ പറഞ്ഞുള്ളൂ. ഞാൻ പള്ളിയും പെരുന്നാളുമായിട്ട് നടന്നപ്പോ എന്റെ കൂടെ വരാൻ ജയിക്കും മറ്റും യാതൊരു മടിയില്ലായിരുന്നല്ലോ. അന്നൊന്നും ആരും എന്നോട് പറഞ്ഞില്ലല്ലോ അതൊന്നും വേണ്ടാന്ന്. നമ്മൾ മനുഷ്യര് ജീവിതത്തിൽ വളരെയധികം മിസ് ചെയ്യുന്ന എന്തോന്നുണ്ട്. അത് യേശു ആണെന്ന സത്യം ഞാൻ മനസ്സിലാക്കി. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. എടോ, സമ്മതിച്ചു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തനിക്ക് സഹായമായ ഒരു വിശ്വാസ രീതി താൻ തന്നെ കണ്ടെത്തി. അതിൽ താൻ ഹാപ്പിയാണെന്ന് മനസ്സിലായി. പക്ഷേ ലിസ, ഈ ലോകത്തുള്ള പലരും ഇപ്പോഴുള്ള അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ തന്നെ ഒത്തിരി സന്തോഷിക്കുന്നവരാ. അതുകൊണ്ട് കുറ്റപ്പെടുത്താന്ന് വിചാരിക്കരുത്. ലിസയ്ക്ക് സ്വന്തം കാര്യം മാത്രം നോക്കിയാ പോരെ. മറ്റുള്ളവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക്. മാഡം 265. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനിൽ മരണമടയുന്നവരുടെ എണ്ണം 350ആയി. തീവ്രവാദികളുടെ അടുത്ത ലക്ഷ്യം ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളാണെന്ന് ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സാമുട്ടാ, മോനെ സാമുട്ടാ. ആഹാ, ഇതുവരെ റെഡിയായില്ലേ? ഇനിയിപ്പോ വന്നിട്ട് വരയ്ക്കാം. ദേ ഗ്രേസാൻഡി ഇപ്പൊ വരും. ഇതിപ്പോ തീരും മമ്മി, ഇതും കൂടിയേ ഉള്ളൂ. ദാ ഗ്രേസാൻഡി വന്നതാ തോന്നേ. കം കം. ഗുഡ് മോർണിംഗ്. ആ ഗുഡ് മോർണിംഗ്. നമുക്കിറങ്ങാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ബൈബിളിലെ വെളിപ്പാട് പുസ്തകം. നമ്മുടെ കർത്താവ് വരുന്നതിന് മുമ്പായും അതിന് ശേഷവും നടക്കുന്ന കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ. യേശു വീണ്ടും വരും, തന്റെ വിശ്വാസികളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. പെട്ടെന്നൊരു ദിവസം ഭൂമുഖത്ത് നിന്ന് കോടിക്കണക്കിന് ആളുകൾ അപ്രത്യക്ഷരായി കഴിയുമ്പോൾ ഇവിടെ അവശേഷിക്കുന്നവർ ആകെ പരിഭ്രാന്തരാകും. വീണ്ടും വരവിൽ എടുക്കപ്പെടാതെ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നവർക്ക് 2 വഴികൾ തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ ഈ എതിർ ക്രിസ്തുവിനോടൊപ്പമുള്ള നിത്യനരകം, അല്ലെങ്കിൽ യാതന സഹിച്ചുള്ള രക്ഷ. ഈ എതിർ ക്രിസ്തു എന്നൊക്കെ പറയുമ്പോ നമ്മളത് ആരാണെന്ന് എങ്ങനെയാ മനസ്സിലാക്കുന്നേ? സാത്താനെ പോലെ കൊമ്പും വാലും ഒക്കെ ഉണ്ടാവോ? കൊമ്പും വാലും കാഴ്ചയിലില്ലെങ്കിലും ഉള്ളതുപോലെ തന്നെയാ. യേശു തന്റെ ജനത്തെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഈ ലോകത്ത് ബാക്കിയുള്ളവരുടെ ഒരു പരക്കം പാച്ചിലുണ്ടാകും. അപ്പോൾ ഈ ലോകത്തിന് ശാന്തിയുടെ കപട സന്ദേശവുമായി എത്തുന്ന സാത്താനാണ് ഈ അന്തിക്രിസ്തു.
ഐക്യലോക സംഘടനയുടെ കീഴിലെ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള നമ്മൾ 10 പ്രതിനിധികളാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും ആവശ്യമായുള്ളത് ഒരു നല്ല നേതൃത്വമാണെന്നുള്ളതിൽ നമ്മൾ എല്ലാവരും യോജിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അനിശ്ചിതാവസ്ഥയിൽ ആ നേതൃത്വം തരാൻ ഏറ്റവും യോഗ്യൻ നമ്മുടെ ഡയറക്ടർ ജനറൽ തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല. Sir, as you know, every currency has failed and the world market has collapsed. You are the only man who can implement a single currency for the world. തകർന്നടിഞ്ഞ് ഈ ലോകത്തെ ഒരുമിപ്പിക്കാൻ സാധിക്കുന്ന ഒരു നേതാവിനെ ഞങ്ങൾക്ക് വേണം. Sir, please. I am humbled now with control of currency we are at hand to establishing peace. I call upon every nation to put aside their racial, social, political, and the deadliest of all, their religious differences. There is no heaven or hell. There is only us. Let us work together and we need not feel any temptations, for ours is the kingdom, power and glory forever and ever. Amen. Drink the blood, eat the flesh, taste the body of Satan. I request you to partake of this wine and bread. എന്താ ബോബി ഒരു വല്ലായ്മ? ഏയ് ഒന്നുമില്ല. ഈ ആഴ്ച അവള് വന്നില്ല. എവിടെയോ ധ്യാനവോ കൂട്ടപ്രാർത്ഥനയോ ഏതോ ഒരു ഉപദേശി വരുന്നുണ്ടത്രേ. ഞാൻ ഇങ്ങനെ ഒരു ചതിക്കുഴി വീണപ്പോ അവളാ പറഞ്ഞത് ഒരാശ്വാസത്തിന് മറ്റെവിടെയൊക്കെയോ പോയി പ്രാർത്ഥിക്കണമെന്ന്. അന്ന് ഞാനും ഇത് സമ്മതിച്ചു. ഇന്നിപ്പോ ഞായറാഴ്ച മാത്രമല്ല, ഒരു അവധി ദിവസം കിട്ടിയാൽ അവൾ ഓടിപ്പോവാ പ്രാർത്ഥനയ്ക്കെന്നും പറഞ്ഞു. അതിനെന്താടോ, ദൈവത്തോട് അടുക്കുന്നത് നല്ലല്ലേ? പിന്നെ ദൈവം, ആ ദൈവം തന്നെ പൊളച്ച എന്നെ ഇന്ന് ദുരിതത്തിൽ കൊണ്ടെത്തിച്ചത്. ഇനി ഇപ്പൊ ഏത് ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടാ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരിക? നീ ഇതിങ്ങനെ എത്ര നാളെ ദൈവത്തെ പഴിക്കും? എടോ ബോബി, നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന നിന്റെ സ്വർഗത്തിലുള്ള അപ്പനല്ലടോ ദൈവം. പിന്നെ ഭൂമിയിലുള്ള അപ്പനെ കൊണ്ട് തന്നെ പൊറുതിമുട്ടിയിരിക്കുക. അപ്പോഴാ സ്വർഗത്തിലുള്ള അപ്പൻ. പോളച്ചൻ എപ്പോ തുടങ്ങി ഈ സോക്കേട്? അറിയില്ല. ഞാനും തന്നെ പോലെ ദൈവത്തെ ഒരുപാട് ശപിച്ചിട്ടുണ്ടോ ഒരു കാലത്ത്. കടം കയറി തുണിക്കച്ചവടം തകർന്നപ്പോ, പലിശ കയറി ബാങ്കുകാര് ജപ്തിക്ക് വന്നപ്പോ, അവസാനം മറ്റൊരു പോംവഴിയില്ലാതെ ഭാര്യയ്ക്കും പൊന്നുമോൾക്കും ഒപ്പം വിഷം കലർത്തിയ ഭക്ഷണം കഴിക്കേണ്ടി വന്നപ്പോഴും ഞാനും ശപിച്ചിട്ടുണ്ടോ ദൈവത്തെ ഒരുപാട്. പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി, എൻ്റെ മകളെ മാത്രം എടുത്ത് എന്നെ ആലീസിനും ജീവനോടെ വച്ചതിന് എന്തെങ്കിലും ഉദ്ദേശം കാണും. അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ ശ്രമിക്കുക ഞാനും ആലീസും. ഈ ഇരുമ്പടിക്കുള്ളിൽ കിടന്ന് ഒരപ്പനും ഇങ്ങനൊന്നും തോന്നിക്കരുതേന്ന് അവനോട് തന്നെ പ്രാർത്ഥിക്കുക. ഈ ശപിക്കപ്പെട്ട അപ്പനും അമ്മയും. ഒരുപക്ഷെ ആ ഒരു വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്കൊരാശ്വാസവും. നീ ഇതൊന്ന് വായിച്ചു നോക്കി. ജയിലിൽ ബൈബിള് പഠിപ്പിക്കുന്ന ഒരു ഉപദേശി തന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യാം. എടോ, ഞാൻ ഇന്നലെ പറഞ്ഞത് തനിക്ക് വിഷമായെങ്കിൽ സോറി കേട്ടോ. ഏയ്, എന്തിന്? തനിക്കറിയാലോ, നമ്മുടെ നാട്ടിൽ എത്രയോ മതങ്ങളും വിശ്വാസങ്ങളും ഉണ്ട്. ഇതിപ്പോ തന്റെ വിശ്വാസം മാത്രം ശരിയെന്ന് പറഞ്ഞാ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഒരുപക്ഷെ തന്റെ ജോലിയെ തന്നെ അത് ബാധിച്ചെന്ന് വരാം. ജോലിയോ? ഞാൻ എന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താ? ലിസ, തന്നോടുള്ള സ്നേഹം കൊണ്ട് പറയാ, പ്ലീസ് ബി കെയർഫുൾ. ലിസ, യെസ് സർ. ആനുവൽ റിപ്പോർട്ട് എവിടെ വരെയായി? തീരാറായി സർ. ഓക്കെ, നാളെ കഴിഞ്ഞ് എനിക്കൊന്ന് കാണണം. അല്ല സർ, അടുത്ത വ്യാഴാഴ്ചയായിരുന്നു ഡെഡ് ലൈൻ. ആ ഡെഡ് ലൈനിലൊന്ന് മാറി. നാളെ കഴിഞ്ഞ് എൻ്റെ ടേബിളിൽ റിപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ? കഴിഞ്ഞ ദിവസം ഒരു പാപിയായ മനുഷ്യൻ എങ്ങനെയാണ് ദൈവവൈതലായി തീരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ഒരു ദൈവവൈതലായി തീരുന്നു. പിന്നീട് ചെയ്യേണ്ട ചില കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഇന്ന് ക്രിസ്തീയ സഭയുടെ ഏറ്റവും വലിയ പ്രത്യാശയായ
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ പറ്റി ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വേദപുസ്തകത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഒരു ദൈവദൂതൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്ന എന്തുകൊണ്ട്? നിങ്ങൾ സ്വർഗത്തിലേക്ക് പോയി കണ്ടവനായ യേശു ക്രിസ്തു അവൻ രണ്ടാമതും ഇതേപോലെ തന്നെ തിരികെ വരും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. യേശു ക്രിസ്തു മധ്യാകാശത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് തൻ്റെ ഭൂമിയിലുള്ള സഭയിലുള്ള വിശ്വാസികളെ മധ്യാകാശത്തിലേക്ക് എടുക്കും. അതിനുശേഷം ഇവിടെ മഹാപീഡനകാലം തുടങ്ങുകയാണ്. അന്ന് മുതൽ അന്ന് ലോകം ഭരിക്കുന്നത് അന്തിക്രിസ്തു ആയിരിക്കും, ആൻറ്റി ക്രൈസ്റ്റ്. അന്തിക്രിസ്തുവിനോട് കൂടെയുള്ളവർക്കെല്ലാവർക്കും 666 എന്നുള്ള മുദ്രയിടും. ആർക്കൊക്കെ മുദ്രയുണ്ടോ അവർക്ക് മാത്രമേ സാധനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും സാധിക്കുകയുള്ളൂ. അന്ന് ഭൂമിയിലുള്ള ജനങ്ങളെല്ലാം ഏതെങ്കിലും രണ്ടിൽ ഒരു ചേരിയിലായി തീരുവാൻ നിർബന്ധിതരാകും. ഒന്നുകിൽ അന്തിക്രിസ്തുവിനോടൊപ്പം, അല്ലെങ്കിൽ രഹസ്യ ക്രിസ്ത്യാനികളോടൊപ്പം. ആ സമയത്ത് വിശ്വാസികളായിട്ട് രഹസ്യ വിശ്വാസികളായിട്ട് ജീവിക്കുന്നവർക്കും പ്രത്യാശയ്ക്ക് വകയുണ്ട്. കഷ്ടപ്പാടുണ്ട്, പക്ഷെ പ്രത്യാശയ്ക്ക് വകയുണ്ട്. അവർ നിത്യ നരകത്തിൽ നിന്നും അവർക്ക് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തിച്ചേരാം. കഷ്ടപ്പാടുണ്ട്, പക്ഷെ സ്വർഗത്തിലെത്തിച്ചേരാം. അതുകൊണ്ട് നാം എല്ലാവരും ഇന്ന് ജീവിച്ചിരിക്കുന്ന സമയത്ത് ദൈവവൈതലായി ജീവിച്ച് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്ന സമയത്ത്, മധ്യാകാശത്തിൽ വരുന്ന സമയത്ത് ഭൂമിയിൽ നിന്നും എടുക്കപ്പെടുവാൻ യോഗ്യരായിട്ട് നാം ജീവിച്ചാൽ നമുക്ക് നല്ലതാണ്. നമുക്ക് കർത്താവിനോടുകൂടെ നിത്യമായിട്ട് ജീവിക്കാം. സോറി, ഇത് നിങ്ങൾക്ക് നൽകാൻ കഴിയില്ല. പ്ലീസ് മാം, ഒന്നുകൂടെ ശ്രമിച്ചു നോക്കൂ. ഇല്ല, നോട്ട് പെർമിറ്റഡ്. നിങ്ങൾ ക്രിസ്ത്യാനിയാണല്ലേ? നിങ്ങൾക്കിത് വിൽക്കുന്നില്ല. സെക്യൂരിറ്റി, അല്ല പൊളച്ച, ആ ഉപദേശിന്ന് എന്തൊക്കെയാ പറഞ്ഞേ? പേടിയാവുന്ന കേട്ടിട്ട്. എടോ, പേടിക്കാനുള്ള കഥയൊന്നുമല്ല. ആ ഉപദേശി പറഞ്ഞതൊക്കെ സംഭവിക്കും. അതുകൊണ്ട് പേടിയേക്കാൾ നമുക്കുണ്ടാവേണ്ടത് പ്രതീക്ഷയാണ്. ഈ കഷ്ടപ്പാടിനിടയിലും യേശുവിൽ വിശ്വസിച്ചാൽ നമ്മളെ പോലുള്ള തെമ്മാടികൾക്ക് പോലും രക്ഷപ്പെടാനുള്ള വഴി ദൈവം കാണിച്ചു തരും. കർത്താവേ, പൊളച്ച, എനിക്കും വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങേര് പറയുന്നത് പോലെ പഴയതൊക്കെ മറക്കാനും പൊറുക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാ. എടാ ബോവി, നീ ചെയ്യുന്ന കൊള്ളരുതായ്മയൊക്കെ ദൈവത്തിന് ക്ഷമിക്കാമെങ്കിൽ നിനക്ക് നിന്റെ അപ്പനോട് ക്ഷമിച്ചാലെന്താ? പോളച്ചൻ അങ്ങേരെ ശരിക്കും അറിയാൻ പാടില്ലഞ്ഞിട്ടാ. ഇറങ്ങിപ്പോടി. ഇനി ഇവിടെ കണ്ടുപോകരുത്. എടാ ബോബി, ഇവിടെ വരാൻ. പോ. എടാ ബോബി, ഒരു വിസിറ്റർ ഉണ്ട്. എന്നാ ഞാൻ പോട്ടെ. ലിസ, നീ കരയാതെ. ഇങ്ങനെ കരയാനാണെങ്കിൽ നമ്മുടെ മോൻ സ്കൂളിൽ പോകുന്നില്ലേടി? ദൈവകൃപയാലൊക്കെ നടന്നു പോകുന്നു. സ്കൂളിൽ പോവാൻ ദൈവകൃപ പോരല്ലോ, സ്കൂൾ ഫീസ് വേണ്ടേ? അതൊക്കെ അടച്ചു. ബോബിച്ചായ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങാനും പറ്റും. പിന്നെ നീയല്ലേ മജിസ്ട്രേറ്റ്, ഇവിടെ നിന്ന് ഇറങ്ങാൻ ശിക്ഷാകാലാവധി തീരണം.
ഇവിടെ നിന്നിറങ്ങിയാലും അയാളെ തട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ബോബിച്ചായ പ്ലീസ് അങ്ങനെയൊന്നും ചിന്തിക്കില്ലേ. നമ്മുടെ സാമിനെ ഓർത്ത് അവനവന്റെ അപ്പനെ വേണം. അതോർത്ത് മാത്ര, അല്ലെങ്കിൽ ജയിലിൽ ചാടിയെങ്കിലും അയാളെ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. അയാൾക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് എന്റെ മോനെ വേണം. എന്നുവെച്ച് ഞാനെല്ലാം ക്ഷമിക്കണമെന്നാണോ? അതെ, ക്ഷമിക്കണം. ലിസ, നിനക്കിതെന്താ പറ്റിയേ? കണ്ട പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ട് നിന്നെ ആരോ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. ബോബിച്ചായ, അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. H1N1 വൈറസ് ഗർഭിണികളായ എന്താ ലിസ വാതിലും തുറന്നിട്ട് സ്വപ്നം കാണാണോ? ഗ്രേസ്, ഇതെപ്പോ വന്നു? ഈ വൈറസ് അപായപ്പെടുത്തിയിരിക്കുന്നത് ഇതിനോടകം പിന്നെ എന്തൊക്കെയുണ്ട് ലിസ? ഹസ്ബൻഡ് എന്ത് പറയുന്നു? ഇപ്പൊ വേറെ ടെൻഷനൊന്നുമില്ല. എന്തായാലും ഗ്രേസ് വന്നാൽ നന്നായി. ഞാനും ഒന്ന് കാണുമെന്ന് കരുതി ഇരിക്കായിരുന്നു. എന്തു പറ്റി? സത്യം പറയണം, എനിക്ക് ഭ്രാന്തുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഗ്രേസിന്? അല്ല, ഞാൻ എൻ്റെ അനുഭവങ്ങൾ എല്ലാവരോടും ഓടി നടന്ന് പറയുന്നത് കുറച്ച് കൂടിപ്പോയോ? അതെന്താ ലിസയ്ക്ക് ഇപ്പോൾ അങ്ങനെ തോന്നാൻ? അത് പിന്നെ പണ്ടൊന്നും ഞാൻ അധികം സംസാരിക്കാറില്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ അനുഭവങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കാനും കഴിയുന്നില്ല. നമ്മൾ മനസ്സിലാക്കിയ സത്യങ്ങളല്ലേ മറ്റുള്ളവരോട് പറയാൻ കഴിയുക ലിസ. അതുകൊണ്ട് മറ്റൊരാൾ രക്ഷിക്കപ്പെടുമെങ്കിൽ അതല്ലേ നല്ലത്. യേശുവിൻ്റെ രണ്ടാം വരവിന് സമയമായോ? അത് യേശു വീണ്ടും വരുമെന്നുള്ളത് ഉറപ്പാ. എന്നാണെന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഇന്ന് തന്നെ വന്നേക്കാം, അല്ലെങ്കിൽ 10-100 വർഷങ്ങൾ കഴിഞ്ഞിട്ട്. പക്ഷെ ഗ്രേസ്, എനിക്കെന്തോ യേശു വേഗം വരുന്നൊരു തോന്നൽ. ലിസ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ ദിവസം എനിക്ക് വല്ലാത്തൊരു അനുഭവം ഉണ്ടായി. മനസ്സിൽ ഒരുപിടി നൊമ്പരവുമായി ദൈവത്തെയും ധ്യാനിച്ച് ഞാനിരുന്നു. ഒരുപക്ഷെ ആ ബസ്സിലെ മറ്റു യാത്രക്കാരും എന്നെപ്പോലെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെയൊരു സിറ്റുവേഷൻ അധികം താമസിക്കാതെ ഞാനും പ്രതീക്ഷിക്കുന്നുണ്ട്. ലുക്ക് ലിസ, ഭൂമി കുലുക്കങ്ങൾ, പട്ടിണി മരണങ്ങൾ, മാരക രോഗങ്ങൾ എല്ലാത്തിന്റെയും ഗ്രാഫ് ഉയർന്നിരിക്കുകയാണ്. യേശു പറഞ്ഞിട്ടുണ്ട്, അവസാന നാളുകളിൽ ഭൂമി കുലുക്കം, മഹാമാരി, ക്ഷാമം, വ്യാധികൾ ഒക്കെ ഉണ്ടാകുമെന്ന്. പോട്ടെ ലിസ. താൻ ആ ബൈബിളൊന്നും എടുത്ത് വായിച്ചേ. സെഖരിയാവിന്റെ പ്രവചനം 14:12. യെരുശലേമിനോട് യുദ്ധം ചെയ്ത സകല ജാതികളെയും യഹോവ ശിക്ഷിക്കുവാനുള്ള ശിക്ഷയാണിത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. അവരുടെ കണ്ണുകൾ തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. ഇനിയൊരു ലോകയുദ്ധം ഉണ്ടായാൽ രാജ്യങ്ങൾ തമ്മിൽ കെമിക്കൽ ബോംബുകൾ ഉപയോഗിക്കുമെന്ന് തീർച്ചയാണ്. അപ്പോ നീ ഇപ്പൊ വായിച്ചതൊക്കെ തന്നെയല്ലേ സംഭവിക്കുക? ശത്രു രാജ്യത്തെ മനുഷ്യരൊക്കെ ചീഞ്ഞഴുകി. ഗ്രേസ്, ഇത് കണ്ടോ എഴുതിയിരിക്കുന്നത്? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും, വമ്പ് പറയുന്നവരും അഹങ്കാരികളും ഗർവിഷ്ഠക്കാരും, അപ്പനമ്മമാരെ അനുസരിക്കാത്തവരും, നന്ദി കെട്ടവരും, അശുദ്ധരും, വാത്സല്യമില്ലാത്തവരും, ഇണങ്ങാത്തവരും, ഏഷണിക്കാരും, ആത്മനിയന്ത്രണമില്ലാത്തവരും, ക്രൂരന്മാരും, നന്മയെ വെറുക്കുന്നവരും, ദ്രോഹികളും, ധാർഷ്ട്യക്കാരും, നെഗളികളുമായി, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ജീവിച്ച് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. 2 തിമോത്തിയോസ് 3:1-5 വരെ. ഇത് തന്നെയല്ലേ നമ്മുടെ ചുറ്റും നടക്കുന്നത്. ഈ സൈറ്റ് ഒന്ന് നോക്കിക്കേ ലിസ. അത്തി തളിർക്കുമ്പോൾ സമയം അടുത്തു എന്നാണ്.
ഈ അത്തി സൂചിപ്പിക്കുന്നത് യഹൂദജനത്തിന്റെ തിരിച്ചുവരവാണ്. ജെറുസലേം ദേവാലയം അവസാന നാളുകളിൽ വീണ്ടും പണിയുമെന്ന. ദാ ഇവിടെ പറയുന്നുണ്ട്, യഹൂദന്മാരുടെ ടെമ്പിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ പണി തുടങ്ങി കഴിഞ്ഞൂന്ന്. അപ്പൊ ഗ്രേസ്, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് യേശു വരാൻ സമയമായെന്നല്ലേ? യെസ്, ചില ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത് യേശുവിന്റെ വരവിന് മുൻപായി നടക്കേണ്ട എല്ലാ പ്രവചനങ്ങളും ഒരുവിധം നടന്നു കഴിഞ്ഞൂന്നാ. എന്താടോ, തനിക്ക് പേടിയുണ്ടോ? ഏയ്, പേടിയൊന്നുമില്ല. നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യേശുവിന്റെ വരവ് ഏറെ സന്തോഷിക്കപ്പെടേണ്ട ഒന്നാണ്. കാരണം ഈ മഹാവിപത്തിൽ നിന്നൊക്കെ നമ്മൾ രക്ഷിക്കപ്പെടുമല്ലോ. പ്രൈസ് ദി ലോർഡ്. ചെല്ലേ പൊളച്ച, ഞാൻ ഇറങ്ങട്ടെ. ഇടയ്ക്കൊന്ന് കണ്ടോളാം. അതൊന്നും സാരമില്ലടോ. തന്റെ റിലീസിങ് ഇത്ര നേരത്തെ ആക്കി കിട്ടിയല്ലോ, അത് തന്നെ സന്തോഷം. അല്ലടാ ബോബി, നീ ഇതെങ്ങനെ ഒപ്പിച്ചു? എനിക്കൊന്നും അറിയില്ല. ലിസ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത്ഭുതം തന്നെയാ. എനിക്ക് ഇത്രയും വേഗം പുറത്തിറങ്ങാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എല്ലാം ദൈവകൃപ. എന്നാ പൊളച്ച. ഓ, ആഹാ, ഗുഡ് മോർണിംഗ് സാങ്കുട്ട. കഴിക്ക്. എന്തൊരു ഉറക്കത് ചായ. ദേ, ഞാൻ ഭക്ഷണം എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എപ്പോഴാന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചോളൂ. ഓഹോ, നീ ഞായറാഴ്ചയായിട്ട് എങ്ങോട്ടാ? ഗ്രേസിന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക്. ഇച്ചാനെ ഇത്ര പെട്ടെന്ന് തിരിച്ചു കിട്ടിയിട്ട് നന്ദി പറയണ്ടേ? ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയായി. ഇതുവരെ നിനക്ക് ബാങ്കിൽ തിരക്കായിരുന്നു. അല്ല, ഇച്ചാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല. എന്റെ ഇഷ്ടത്തിനൊക്കെ ഇവിടെ എന്ത് പ്രാധാന്യം? നിനക്കിപ്പോ കുടുംബത്തെക്കാൾ വലുത് പ്രാർത്ഥനയും കൂട്ടുകാരും ഒക്കെ ഇല്ലയോ? ഇല്ല, ഇന്ന് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇന്ന് ഇച്ചാൻ വീട്ടിലുള്ള ദിവസമല്ലേ. എന്നിട്ടെന്തിനാ വെറുതെ ബൈബിൾ തുറന്നു വെച്ച് വായിച്ചോണ്ടിരിക്കാനല്ലേ? ലിസ, നീ ഒരുപാട് മാറിയിരിക്കുന്നു കേട്ടോ. ഒക്കെ ഇച്ചാന്റെ ഓരോ തോന്നലുകളാ. എനിക്കൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. പിന്നെ ഇച്ചാന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയേ ഞാൻ ചോദിക്കാത്തതും പറയാത്തതും. അല്ലെങ്കിൽ നിനക്കിപ്പോ സംസാരിക്കാൻ ഒരേ ഒരു വിഷയം മാത്രമല്ലേ ഉള്ളൂ? യേശു. നീ ചെല്ല്, നിന്റെ പ്രാർത്ഥന യോഗമൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് വേഗം തിരിച്ചു വാ. എന്നിട്ട് നമുക്ക് പഴയ പോലെ നോർമലായിട്ട് ജീവിച്ചു തുടങ്ങാം. നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ നോർമൽ ആയിരുന്നു ഇച്ചായ? ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ പ്രാർത്ഥനയിലൂടെ ഇന്ന് നമ്മുടെ ജീവിതത്തിലും ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ദാമ്പത്യം പോലും ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കാരണം യേശു തന്നെയാ. ഓഹോ, അപ്പൊ നമ്മൾ മാത്രമായിരുന്ന കുടുംബ ജീവിതത്തിൽ ഒരാൾ കൂടെ വലിഞ്ഞു കയറിയിരിക്കുന്നു, യേശു. അതെ, യേശു അന്ന് നമുക്കിടയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോ നമ്മൾ രണ്ടാളും ഉണ്ടാകുമായിരുന്നില്ല. ഒരു ജയിൽ പുള്ളിയായിട്ട് കഴിയുന്നതിനേക്കാൾ പ്രയാസ ഒരു ജയിൽ പുള്ളിയുടെ ഭാര്യയായിട്ട് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം അവസാനിപ്പിക്കാനും എന്റെ ജീവൻ വരെ ഇല്ലാതാക്കാനും ഞാൻ പലവട്ടം ആലോചിച്ചതാ. പക്ഷേ എന്നെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ചത് യേശുവാ. ഇത്രയും നാളും ഞാനായിരുന്നു നിന്റെ പ്രയോറിറ്റി. മറ്റെന്തിനേക്കാളും നിനക്ക് ഞാനായിരുന്നു വലുത്. ഇച്ചാന് തെറ്റി. മുമ്പ് മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് ഞാൻ തന്നെയായിരുന്നു. പിന്നെ എൻ്റെ ജോലി, അത് കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ ബോബിച്ചായനും സാമും. പക്ഷേ ഇപ്പം ഞാൻ നിങ്ങളെ രണ്ടാളെയും ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത് ഇച്ചായന് മനസ്സിലായില്ലെങ്കിൽ
എന്നാലും നീ എന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചല്ലോ. ഇല്ല ചായ, ഇപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന പോലുമില്ല. ബൈബിൾ വായിച്ചതും ഞാനൊരു പാപിയാണെന്ന് തിരിച്ചറിഞ്ഞതും എന്നെ അത്തരം ദുഷ്ടവിചാരങ്ങളിൽ നിന്നെല്ലാം പിന്തിരിപ്പിച്ചു. ദൈവത്തിന്റെ ക്ഷമയ്ക്ക് മുമ്പിൽ തല കുനിച്ചപ്പോ അവിടുന്ന് എന്നോട് കരുണ കാണിക്കുമെന്ന് മനസ്സിലായപ്പോ അതൊക്കെ എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. അപ്പോ ആദ്യം ശരിയാക്കി എടുക്കേണ്ട നമ്മുടെ ബന്ധമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ യേശു കാരണമാണ് നീ എന്നെ വേണ്ടെന്ന് വെക്കാത്തത്, അല്ലാതെ എന്നുള്ള സ്നേഹം കൊണ്ടല്ലേ? ഇച്ചയ, ഞാൻ ഇതുവരെ ബോബിച്ചാനെ ഇത്രയധികം സ്നേഹിച്ചിട്ടുണ്ടാവില്ല, അറിയോ? ഡാഡിയും മമ്മിയും ഡൈവോഴ്സ് ചെയ്യാൻ പോവാണോ? ജോബിയുടെ പപ്പയും മമ്മിയും പോലെ നിങ്ങളും വഴക്കിട്ട് പിരിയോ? ഇല്ല മോനെ, പപ്പയും മമ്മിയും ഇനി ഒരിക്കലും വഴക്കിടത്തില്ല. പ്രോമിസ്? പ്രോമിസ്. ഇച്ചായ, വാ, വന്ന് കിടക്ക്. എന്നോട് ഇപ്പോഴും ദേഷ്യാണോ? ഏയ്, ഞാനും നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു. നീ എങ്ങനെ ക്ഷമിച്ചേരെ. ഈ ബോബിച്ചാന്റെ ഒരു കാര്യം. ലിസ, നിന്നെ യേശുവിനേക്കാൾ ആവശ്യം ഇപ്പൊ ഞങ്ങൾക്കാ. യേശുവിന്റെ വീണ്ടും വരവിന് ശേഷം പീഡനങ്ങളുടെ ഒരു യുഗമായിരിക്കും. അപ്പോ സാധു, അതാണോ അന്തിക്രിസ്തുവിന്റെ കാലം? Isn't that the rule of the Antichrist? അതെ, ലോകജനതയെ മുഴുവൻ ഒരുമിപ്പിക്കാൻ ഒരു നേതാവ് ഉദിച്ചുയരും. 3.5 വർഷത്തോളം ശാന്തിയും സമൃദ്ധിയും നിറഞ്ഞ ഒരു ലോകം നന്മയുടെ മുഖംമൂടി അണിഞ്ഞ അയാൾ ഭരിക്കും. അതുകൊണ്ട് തന്നെ അയാൾ എതിർ ക്രിസ്തുവാണെന്ന് ആരും വിശ്വസിക്കില്ല. പക്ഷേ യേശുവിന്റെ അനുയായികളെയെല്ലാം അവൻ പീഡിപ്പിക്കും. അപ്പോഴാ പീഡനങ്ങൾ നമ്മളും ഏൽക്കേണ്ടി വരും, അല്ലേ സാധു? Do we also have to go through this suffering? അതിനുള്ള ഉത്തരം ഞാൻ വചനത്തിൽ നിന്ന് വായിക്കാം. 1 തെസ്സലോനിയർ 4:16 മുതൽ. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒന്നിച്ചാകാശത്തിൽ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുക. അതുകൊണ്ട് ഇപ്പോൾ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ല. അവർ തീർച്ചയായും രണ്ടാം വരവിൽ എടുക്കപ്പെടും. സാധു, ഞാനൊരു കാര്യം പറയട്ടെ. ഇറ്റ് മൈറ്റ് സൗണ്ട് അൺബിലീവബിൾ. എനിക്കൊരു അനുഭവം ഉണ്ടായി. പറഞ്ഞോളൂ.
ഞാനൊരു ബസ്സിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ആകാശത്ത് വലിയൊരു പ്രകാശം കാണപ്പെട്ടു. അടുത്ത നിമിഷം എന്നെയും ആകാശത്തേക്ക് എടുത്ത് ഉയർത്തുന്ന പോലൊരു തോന്നൽ. അവസാന നാളുകളിൽ യുവാക്കൾക്ക് ഇത്തരം ദർശനങ്ങൾ ഉണ്ടാകുമെന്നാ ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് തന്നെയാ സംഭവിച്ചതും. അപ്പൊ യേശുവിന്റെ രണ്ടാം വരവ് അടുത്തു എന്നാണോ സൂചന? നോക്കൂ, നമ്മുടെ കർത്താവിന്റെ കാര്യങ്ങളൊക്കെ സർപ്രൈസിംഗാ. ഒരു 10 വർഷം മുമ്പ് ഇതൊക്കെ കേട്ടിരുന്നുവെങ്കിൽ ഒരു ഹൈന്ദവ സന്യാസിയായിരുന്നു ഞാൻ, ഇതൊക്കെ പുച്ഛിക്കുമായിരുന്നു. അന്ന് ഞാൻ ഇന്ത്യ മുഴുവൻ ഒരു യഥാർത്ഥ ഗുരുവിനെ തേടി നടക്കുകയായിരുന്നു. ഒടുവിൽ ഞാൻ ആ ഗുരുവിനെ യേശുവിൽ കണ്ടെത്തി. അന്നു ഞാൻ വീണ്ടും വരവിനെ പറ്റി കേട്ടിരുന്നെങ്കിൽ പരിഹസിച്ചേനെ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷം പറയുന്നു. നമ്മുടെ ദൈവം വളരെ വിശ്വസ്തനാണ്. ആത്മാർത്ഥതയോടെ ചോദിച്ചാൽ എന്തു ചോദ്യങ്ങൾക്കും അവൻ ഉത്തരം തരും. ഈ ബ്രാഞ്ചിലേക്ക് ഒരു ഫാക്സ് അയക്കണം. ഓക്കേ, ശരി. ഹായ് ലിസ, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ആ ഏരിയ സെയിൽസ് മാനേജർക്ക് കൊടുക്കാനുള്ള റിപ്പോർട്ട് വളരെ ഗംഭീരമായിരിക്കും. താങ്ക് യു സർ. ആ, നമ്മുടെ ബാങ്കിൽ ഈ ടീം സ്പിരിറ്റ് ഉള്ളവർ വളരെ ചുരുക്കമാണ്. ലിസയുടെ പ്രൊമോഷന്റെ കാര്യം ഞാൻ MD വരുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. യു ആർ എ ഗുഡ് ടീം പ്ലെയർ. താങ്ക് യു സർ. ഇടയ്ക്ക് ലിസ ഞങ്ങളിന്ന് പേടിപ്പിച്ചു. ഈ ഓടി നടന്നുള്ള സുവിശേഷത്തിനിടയ്ക്ക് ഇവിടുത്തെ കാര്യങ്ങള് എന്താ? അപ്പച്ചാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കുറച്ച് നാൾ മുമ്പ് നിന്റെ കെട്ടിയോനോടൊന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. അത് കേട്ട് ഇവിടെ ഒരാൾ തട്ടിപ്പോവുകയും ചെയ്തു. ഇനി എന്താ നിന്റെ ഉദ്ദേശം? അപ്പച്ചൻ ഞങ്ങളോട് ക്ഷമിക്കണം. കുറെ വീഴ്ചകൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ക്ഷമ ചോദിക്കാൻ. ക്ഷമിക്കാനും ഓർക്കാനും ഈ പട്ടാളം തന്നെയും കർത്താവ് മിശിഹായി ഒന്നും അല്ലല്ലോ. സ്വന്തം തന്ത വേണ്ടെന്ന് വെച്ചിറങ്ങിപ്പോയവൻ ഈ വീട്ടിൽ നിന്ന് തന്ത ഇറക്കി വിടണമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാ? അപ്പച്ചാ, ഞങ്ങൾക്കൊന്നും വേണ്ട, സ്വത്തും പൊരയുടെ ഒന്നും. ബോബിച്ചാന് അപ്പച്ചനോട് ദേഷ്യം ഉണ്ടായിരുന്നുള്ള സത്യ. അതുകൊണ്ടാ അന്ന് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അതിനുള്ള ശിക്ഷയും കിട്ടിയല്ലോ. ഇനി ഒരു വഴക്കുണ്ടാക്കാൻ ബോബിച്ചാൻ വരില്ല. ഞാൻ വിശ്വസിക്കില്ല. അവൻ ആരാ മോൻ? എന്റെ അല്ലേ വിത്ത്? ഇല്ല പച്ച, ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എല്ലാ പ്രശ്നങ്ങളും നമുക്ക് അവസാനിപ്പിക്കാം. അപ്പച്ചൻ എത്ര കാലം എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇവിടെ. എന്തെങ്കിലും സംഭവിച്ചാ തിരിഞ്ഞു നോക്കാൻ പോലും ഒരാളില്ല. അപ്പച്ചൻ വരണം. അടുത്ത ഞായറാഴ്ച ഇവന്റെ പിറന്നാളാ. അപ്പച്ചന്റെ അനുഗ്രഹം ഇവന് വേണം. ഇയാളാരെ ഇങ്ങോട്ട് വിളിച്ചത്? ഞാനാ ബോബിച്ചേ. ബോബിച്ചേ, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അപ്പച്ചാ മോനെ.
നീ എന്തിനാ അങ്ങനെ വിളിച്ചു വരുത്തിയത്? ഇച്ചയ അത് നിനക്കറിയാവുന്നല്ലേ എനിക്ക് അങ്ങനെ കണ്ട നാണമില്ലാത്തവൻ. ഒരു ഫംഗ്ഷനായി പോയി ഇല്ലേ, കാണായിരുന്നു. ഇത് കഴിയട്ടെ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അല്ല അപ്പച്ചനൊന്നും കഴിച്ചില്ല. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അവൻ ഇഷ്ടപ്പെടില്ല എന്ന്. സുഖമില്ലാത്ത ഒരാളെ വിളിച്ചു വരുത്തി വെറുതെ അവമാനിക്കാൻ. അവനോട് പറഞ്ഞേക്ക് ഞാൻ വന്ന് ഇവിടെ പൊറുക്കാനൊന്നുമല്ല. വാശിയുടെ കാര്യത്തിൽ ഞാൻ അവന്റെ അപ്പം തന്നെയാ. സംഭവിച്ചു പോയതിലൊക്കെ അപ്പച്ചന് നല്ല വിഷമമുണ്ട്. ബോബിച്ചാൻ ഒന്ന് ക്ഷമിച്ചൂടെ? എന്നെ നന്നാക്കി സ്വർഗത്തിലെത്തിക്കാന്ന് നീ നേർന്നിട്ടൊന്നുമില്ലല്ലോ. ഇച്ചായ, നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ ദൈവം നമ്മളോട് ക്ഷമിക്കും. എടി, ദൈവം ഉണ്ടെന്ന് ആരാ പറഞ്ഞേ? അഥവാ ഉണ്ടെങ്കിൽ തന്നെ യേശുവാണെന്ന് ആര് പറഞ്ഞു? നീ ഇത്രയൊക്കെ പഠിച്ചതല്ലേ? എത്ര പഠിപ്പുണ്ടായാലും നമ്മളൊക്കെ പാപികളാണെന്നുള്ള സത്യ. നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം അത്യാവശ്യ. ഓക്കെ, എനിക്കൊരു മാറ്റം അത്യാവശ്യമാ. പക്ഷേ നീ എന്ത് ചെയ്തിട്ടാ? നിനക്കെന്തിനാ ഇങ്ങനെ ഒരു മാറ്റം? ബോബിച്ചാൻ അറിയോ, എന്റെ മനസ്സിലും വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. ആ വിടവ് നികത്താൻ ഞാൻ പലതും ചെയ്തു നോക്കി. പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായില്ല. പക്ഷേ എപ്പോഴോ ഞാൻ ആ സത്യം അറിഞ്ഞു. എന്റെ മനസ്സിലെ ശൂന്യത മാറ്റാൻ യേശുവിന് മാത്രമേ കഴിയൂ എന്ന്. ബോബിച്ചാൻ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ എപ്പോഴെങ്കിലും ഇതൊന്ന് ബോധ്യപ്പെടുത്തണമെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ബോബിച്ചാൻ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടി വരും. ഏത് ദൈവത്തിന് വേണ്ടി? കോടിക്കണക്കിന് ദൈവങ്ങളുള്ള ഈ നാട്ടില് ഏത് ദൈവത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കേണ്ടത്? ഇനി ഒരാളോടെ നിന്നാൽ തന്നെ മറ്റുള്ളവരൊക്കെ സത്യമല്ലെന്നാണോ? എങ്ങോട്ടാരും കാണാതെ ഈ രാത്രിയില് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതല്ലേ ഈ ക്രിസ്ത്യാനികളോടൊപ്പം ചേരരുതെന്ന്. നീ എന്തിനുള്ള പുറപ്പാടാ? ലൈഫിന് പോലും റിസ്ക്കുള്ള പണിയായത്. അപ്പച്ച, എനിക്ക് തോന്നുന്നു ലിസ നമ്മളോട് പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന്. അപ്പച്ചനിപ്പോ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഐക്യലോക സംഘടന ഉണ്ടല്ലോ. ഓ, അത് ക്രിസ്തുവിന്റെ ആണെന്നായിരിക്കും. ബോബി, നിനക്ക് ഭ്രാന്താണ്. നീ കണ്ണു തുറന്നു നോക്ക്. എല്ലാ നശിച്ച ഈ ലോകത്തിന് പുതിയൊരു പ്രതീക്ഷയാ UWO. നിങ്ങൾ കുറെ പേർ അതിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ട് അതില്ലാതായൊന്നുമില്ല. എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തന്നത് അവരാ. ഈ സൗകര്യങ്ങളൊക്കെ നിനക്കും കിട്ടും, നീ ഞങ്ങളോടൊപ്പം നിന്നാൽ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഏതായാലും ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് പരോള് കിട്ടിയ നന്നായി. എത്ര നാളുണ്ട് ഈ സുഖവാസം? അടുത്ത ആഴ്ച തിരിച്ചു കയറണം. ഏതായാലും ഇത് വലിയ സന്തോഷമായി. ഒരു വലിയ ദുരന്തത്തിന് ശേഷം ഒരു കൂടിച്ചേരൽ. 10 സെന്റില് ഒരു കൂര വെച്ച് കെട്ടി. ഇനിയെല്ലാം ഒന്നെന്ന് തുടങ്ങണം. ഒക്കെ ശരിയാവും പോളച്ച. മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങള്. ദേ, ജയിലിൽ ഞങ്ങൾ പുതിയൊരു പ്രയർ സെല്ലൊക്കെ തുടങ്ങി. ഈ പരോള് തന്നെ പ്രാർത്ഥനയുടെ ഫലമാണെന്നാ ആലീസ് പറയുന്നത്. ഓ എന്റെ പോളച്ച, വേറെ വല്ല വിശേഷവും പറ. വീട്ടിൽ ചെന്നാൽ ലിസയ്ക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. യേശുവും യേശുവിന്റെ രണ്ടാം വരവും. ദേ വരുന്നു, ദേ എത്തിക്കഴിഞ്ഞു, ആ വളവ് തിരിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് ക്രിസ്ത്യാനികൾ ഇത് തന്നെയല്ലേ പറയുന്നത്? എന്നിട്ട് ഇതുവരെ യേശു എത്തിയില്ലല്ലോ പോളച്ച. എടോ, തൻ്റെ ഈ വിദ്വേഷത്തിനൊക്കെ കാരണം തൻ്റെ മനസ്സിലെ വെറുപ്പാ. ഞാനൊരു കാര്യം പറയട്ടെ, താൻ ആ അപ്പനെതിരെ കേസും കൂട്ടവുമായിട്ട് നടക്കാതെ എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കേ. എന്നെ പോലൊരാൾക്ക് ആര് ജോലി തരാനാ പോളച്ച? കിട്ടുവടോ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഓട്ടോ ഓട്ടോ. അപ്പോൾ ശരി. സോ ഇതാണ് നമ്മൾ പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓൾ ഇൻ വൺ കാർഡ്. ഒരാളുടെ ഫിനാൻഷ്യൽ വിവരങ്ങൾ, ഐഡന്റിഫിക്കേഷൻ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് തുടങ്ങി എല്ലാ രേഖകളും ഫോട്ടോയും വിരലടയാളവും പതിപ്പിച്ച നമ്മുടെ 666 കാർഡിലുണ്ടാവും. സർ, ഈ 666 കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ
ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സർക്കാരിനും ബാങ്കിനും ഈ കാർഡിനെയും ഇതിന്റെ ഓണറെയും എപ്പോൾ വേണമെങ്കിലും ട്രാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. എടോ, ഇത് തന്റെ രണ്ടാം വരവ് കഥ പോലുണ്ടല്ലോ. ഗവൺമെന്റ് അറിഞ്ഞ ഇനി കാര്യങ്ങൾ നടക്കൂ. എനിവേ, നമുക്കിനി കുറെ അധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. മിസ്റ്റർ അൽത്താഫ്, ഒരു കേരള പ്രസ് റിലീസ് സംഘടിപ്പിക്കണം. ലിസ ആൻഡ് ജയ, ഹെഡ് ഓഫീസുമായിട്ടുള്ള സാറ്റലൈറ്റ് കണക്ഷൻ ഇൻചാർജസ് നിങ്ങളായിരിക്കും. ഓക്കെ? എന്നാ ശരി. ഞാൻ വിളിക്കാം. ഓക്കെ. നമസ്കാരം അച്ചോ. ആരാ? ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ ഈ തരിന്റെ സ്ഥലം ഒന്ന് കച്ചവടാക്കാൻ വന്നാ. ഓ, അല്ലച്ചോ, ഈ തരിന് ആളെങ്ങനെയാ? അല്ല, ഈ സ്ഥലത്തിന് വല്ല കേസോ മറ്റോണ്ടോന്ന് അറിയാനാ. എന്റെ അറിവിലില്ല. പിന്നെ തര്യൻ എന്റെ നല്ലൊരു സുഹൃത്താ. അയാൾ ഇതെവിടെ പോയി? അയാള് അതാ ഞാൻ ഈ പറമ്പങ്ങോട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇഷ്ടകാലം കഴിയാൻ എനിക്ക് വീടും സ്ഥലവും മാത്രം മതിയല്ലോ. പറഞ്ഞ പോലെ. എന്നാ പിന്നെ ഈ വയസ്സാം കാലത്ത് അസുഖവും പിടിച്ച് ഇവിടെ കിടക്കാതെ ഇതൊക്കെ വിറ്റിട്ട് ആ മോന്റെ അടുത്ത് പോയി കിടക്കാൻ പാടില്ലേ? ആ പെണ്ണ് തന്നെ നോക്കൂലോ. എന്നിട്ട് വേണം ഞാൻ പരിവഴിയിൽ ഇറങ്ങാൻ. സ്വത്തും പണവും കിട്ടിയാലേ അവനെന്നെ അടിച്ചിറക്കും എന്നുള്ളത് ഉറപ്പാ. എന്തിനാച്ചോ വെറുതെ. ആ പെണ്ണിനാണ് വട്ടുപൂത്തിരിക്കുക. ഭക്തി. യേശു വീണ്ടും വരാറായിന്ന്. അതൊരു നല്ല വാർത്തയല്ലടോ തരിക. യേശു വരുമ്പോ തന്റെ മകനും കുടുംബവും രക്ഷ പ്രാപിക്കും, അതുറപ്പാ. പിന്നെ താൻ ഈ വയസ്സാം കാലത്ത് അസുഖവും പിടിച്ച് ഇവിടെ തടിച്ചായ തന്റെ കാര്യം വലിയ കഷ്ടാവും തരിക. എത്ര ചോദിച്ചിട്ട് ഇയാളൊന്നും പറയുന്നില്ല. സാർ, ഇനി നിങ്ങൾ ചോദിക്കും. എന്താ പഴയ മിലിറ്ററി മുതൽ എന്റെ മേൽ പ്രയോഗിക്കുക? വേറെ വഴിയില്ല അച്ഛോ. അച്ഛനല്ലേ പറഞ്ഞത് ഞാനിവിടെ തരിച്ചാകുമെന്ന്. ഞാനിപ്പോ ഇവരുടെ കൂടെ അങ്ങോട്ട് കൂടി. മറ്റ് ക്രിസ്ത്യാനോ എവിടെ കുളിച്ചിരിക്കണം പറയടാ. യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇയാളെ വെറുതെ വിടാമെന്ന് പറ. ചത്താലും ശരി, യേശുവിനെ ഉപേക്ഷിക്കില്ല. അവരെവിടെ? എന്നെ തല്ലിക്കോ തരിക. അതിനുള്ള അവകാശമുണ്ട്. എന്റെ നല്ലൊരു സുഹൃത്തായി പോയില്ല. സാർ, ഞാൻ ബോബി. ഓളച്ചായം പറഞ്ഞു വിട്ടതാ റെപ്രസെന്റേറ്റീവായിട്ട്. ഓ യെസ്. താൻ ഒരു കാര്യം ചെയ്യാം, മുകളിൽ സ്റ്റോർ റൂമിൽ ചെന്ന് ആ സ്റ്റോക്ക് രജിസ്റ്റർ എടുത്തോണ്ട് പോവാ. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിലേ പോകും, ഇതിലും മുകളിലേക്ക്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൂടുകയും പരസ്പരം എൻകറേജ് ചെയ്യുകയും വേണം കേട്ടോ. അത് വളരെ റിസ്ക് ആണ്. ഇത് മറ്റാരെങ്കിലും കണ്ട നമ്മുടെ ജീവൻ തന്നെ ആപത്താണ്. ശരിയാ. എന്നാലും നമ്മൾ രഹസ്യമായി ദൈവസന്നിധിയിൽ കൂടുകയും പ്രാർത്ഥിക്കുകയും വേണം. ഇല്ലെങ്കിൽ പരസ്പരം ഒറ്റുകൊടുക്കാൻ പ്രലോഭിപ്പിക്കപ്പെടുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അല്ല മാത്യൂസ്, ഈ പുതിയ ലോക നേതാവ് ശരിക്കും നമ്മളെയൊക്കെ രക്ഷിക്കാൻ വന്നതാണെങ്കിലോ? എന്തൊക്കെ അത്ഭുതങ്ങൾ അദ്ദേഹം കാണിക്കുന്നത്! എത്ര ജീവനെ രക്ഷിക്കുന്നത്! തകർന്നടിഞ്ഞ ഈ ലോകത്തിന് പ്രതീക്ഷ നൽകിയ അദ്ദേഹമല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയല്ലേ? അതിനെന്താ ഇത്ര തെറ്റ്? നോക്കൂ സൂസൻ, അവരുടെ ആവശ്യം നമ്മുടെ എല്ലാമെല്ലാമായ യേശുവിനെ നമ്മൾ തള്ളിപ്പറയുന്നതാ. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, യേശു വീണ്ടും വരും വിശ്വാസികളെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി. അത് സംഭവിച്ചു കഴിഞ്ഞു. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് നഷ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവരെല്ലാവരും വിശ്വാസികളായിരുന്നു. അല്ലെങ്കിൽ തീരുമാനമെടുക്കാൻ പക്വതയില്ലാത്ത കുട്ടികൾ. ഈ ഉൽപ്രാപണത്തിന് ശേഷം രോഗങ്ങളും ദുരിതങ്ങളും വന്ന് ഈ ലോകം തകർന്നടിയുമ്പോൾ എല്ലാറ്റിനും പരിഹാരവുമായി ഒരു അന്ത്യക്രിസ്തു വരുമെന്നും ബൈബിൾ പഠിപ്പിക്കുന്നു. അവന്റെ ആവശ്യം നമ്മൾ അവന്റെ മുദ്ര സ്വീകരിച്ച് യേശുവിനെ തള്ളിപ്പറയണമെന്നുള്ളതാ. ഹരിത്, ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ വിട്ടുകൊടുക്കരുത്. യേശുവിനെ തള്ളിപ്പറയരുത്. കാരണം ഇപ്പോഴുള്ള ഈ ലോകം കത്തി നശിക്കാൻ പോകുന്ന ഒന്നാണ്.
ഡാഡിക്ക് സ്വർഗത്തിൽ പോവാൻ ഇഷ്ടമല്ല അല്ലേ? മോനോടാരാ പറയുന്നത് ഡാഡിക്ക് സ്വർഗത്തിൽ പോകാൻ ഇഷ്ടമല്ലെന്ന്? ഡാഡിക്ക് ജീസസിനെ ഇഷ്ടമല്ലോ. ഹേയ്, ഡാഡിക്ക് ജീസസിനെ ഇഷ്ടമാണ്. ജീസസ് നല്ല മനുഷ്യനായിരുന്നു, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ജീസസ് ദേവാ ഡാഡി, നമുക്ക് വേണ്ടിയാ കുരിശിൽ മരിച്ച്. ഓക്കെ ഓക്കെ, നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ നരകത്തിലേ പോകുന്നു നീ സാമിനോട് പറഞ്ഞോ? എന്തിനാണ് എന്നേക്കാൾ ബെറ്റർ നീയാണെന്ന് കൊച്ചിനെ പറഞ്ഞു പഠിപ്പിക്കുന്നത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇച്ചായ. ഞാൻ സ്വർഗത്തിൽ പോയില്ലെന്ന് നിനക്ക് എന്താ എത്ര ഉറപ്പ്? ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഇച്ചാനെയാ. പക്ഷെ ഇച്ചാനെ വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കഴിയൂ. രക്ഷിക്കേണ്ട ദൈവമാ. അത് സ്വീകരിക്കണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ട നമ്മളും. നിത്യത സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നതൊക്കെ നമ്മുടെ തീരുമാനം അനുസരിച്ചിരിക്കും. നീ വെറും ഉപദേശിമാരെ പോലെയാ സംസാരിക്കുന്നത്. എനിക്കിപ്പോ ദൈവത്തെക്കാൾ ആവശ്യം നിന്നെ മോനെയാ. പക്ഷേ നീ അവനെ എന്നിൽ നിന്ന് പറിച്ചു മാറ്റാൻ ശ്രമിക്കുക. എനിക്കിപ്പോ ഈ ഭൂമിയിൽ ആരുമില്ല. അപ്പനും അമ്മയും ഭാര്യയും മകനും ആരും. എലിച്ചായ, ബോബിച്ചായനും ഞാനുണ്ട്, നമ്മുടെ മോനുണ്ട്. ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കേ. ലിസ, എന്താ നമ്മുടെ കാടിനെ കുറിച്ചുള്ള അഭിപ്രായം? ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വേഗം ഒരല്പം കൂടുതലല്ലേ സർ? തീർച്ചയായും. കുറ്റകൃത്യങ്ങളും മരണങ്ങളും ഒക്കെ കുറയ്ക്കാൻ ഈ മാറ്റത്തിന് കഴിയുന്നില്ലേ? പിന്നെന്താ, നമ്മുടെ കാട് തന്നെ അതിനൊരു നല്ല ഉദാഹരണമല്ലേ? ഒരു വ്യക്തിയുടെ സ്വകാര്യതയാണ് സർ നഷ്ടപ്പെടുന്നത്. കോടികളുടെ വരുമാനം ഉണ്ടാവുമ്പോ ഒരല്പം പ്രൈവസി നഷ്ടപ്പെട്ടാൽ എന്താ? ബട്ട് സർ, ടെക്നോളജിയുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അധികം താമസിയാതെ എല്ലാവരുടെയും സ്വകാര്യതയെ കടന്നു ചെല്ലാനും അവരെ നിയന്ത്രിക്കാനും ഒക്കെ മറ്റു ചിലർക്ക് കഴിഞ്ഞെന്ന് വരും. സാറിന്റെ കുടുംബം പോലും ചിലപ്പോൾ മോണിറ്റർ ചെയ്യപ്പെട്ടേക്കാം. ഓ, താൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ബൈബിളിലെ വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ഭൂമിയിൽ നടക്കാൻ പോകുന്നു എന്നല്ലേ? ലിസ, തന്നെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ മാറ്റിയെടുത്ത് വരികയായിരുന്നു. താൻ എന്നെ വീണ്ടും നിരാശപ്പെടുത്തരുത്. ഈ ബൈബിളും പ്രാർത്ഥനയൊക്കെ മാറ്റിവെച്ച് കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും കാലത്തിനൊത്ത് ജീവിക്കാൻ നോക്ക്. സമയമാണ് സർ നമുക്കില്ലാത്തത്. നിങ്ങളുടെ കഴിഞ്ഞ നാളുകൾ വളരെ വേദന നിറഞ്ഞതായിരുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ പീഡനങ്ങൾക്കൊരറുതി വരുത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്നിപ്പം UWOയിലൂടെ ഈ ലോകത്തിനുണ്ടായിരിക്കുന്ന മാറ്റം എല്ലാവർക്കും സ്വീകാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടിപ്പോ ജാതിയില്ല, മതമില്ല, ദൈവമില്ല, ശാന്തി, ശാന്തി മാത്രം. ഈ മാറ്റത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ചില തെറ്റായ വാദങ്ങളാണ് യേശുവിനെ ചുറ്റിപ്പറ്റിയുള്ള കെട്ടുകഥകൾ. യേശു ദൈവമാണ്, മഹാനാണ്, യേശുവിൻ്റെ രണ്ടാം വരവ് നടന്നു തുടങ്ങിയ പ്രചാരണങ്ങൾ നമ്മുടെ ഇന്നത്തെ വ്യവസ്ഥിതിക്ക് ഹാനികരമാണ്. അതുകൊണ്ട് ഇത്തരം തെറ്റായ ധാരണകൾ ഉപേക്ഷിക്കുക. എങ്കിൽ നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സ്വതന്ത്രരാകാം. ഒരു ലോകം, ഒരു മനസ്സ്, ഒരു ലക്ഷ്യം. ഈ യാഥാർത്ഥ്യത്തോട് കൂറ് പ്രഖ്യാപിച്ചാൽ മാത്രം മതി. ഇതാണ് അവസാന അവസരം. അല്ലെങ്കിൽ ചിലപ്പോ പറയൂ, ആരൊക്കെയാണ് ഞങ്ങളോട് പണിചേരുക? പറയൂ. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. എന്നെ കൊന്നോളൂ. എന്നെയും കൊന്നോളൂ. ഞാനും യേശുവിൽ വിശ്വസിക്കുന്നു. ഞാനും യേശുവിൽ വിശ്വസിക്കുന്നു.
ബോബിയെ ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായച്ചോ? പെട്ടെന്നെന്താ പട്ടാളന്തരന് മകനോടൊരു സ്നേഹം? ചത്തുപോകുന്ന ആദ്യ കയറിയിട്ടാ. ഒന്ന് പോ ബോബി, ഞാൻ പറഞ്ഞിട്ടാ. എനിക്കറിയാം, ലിസ നിർബന്ധിച്ചിട്ടുണ്ടാവും. നാണമില്ലാതെ അവള് പിന്നെയും പോയി. നീ ഇനി ഇതും പറഞ്ഞ് അവളോട് പോയി വഴക്കുണ്ടാക്കണ്ട. നിന്നോടുള്ള സ്നേഹം കൊണ്ടാ നീയും തരിയനും ഒരുമിച്ച് കാണണമെന്ന് അവൾ ആഗ്രഹിക്കുന്നത്. അവളുടെ ഓരോരോ ആഗ്രഹങ്ങള്. എടോ തരിയ, ഇങ്ങോട്ട് വാടോ. ഈ പട്ടാളത്തരെ തോറ്റിട്ടൊന്നും അല്ല, അച്ഛനും അവള് നിർബന്ധിച്ചതുകൊണ്ടാ. താൻ തോറ്റിട്ട് തന്നെ. എടോ വയസ്സാം കാലത്ത് നോക്കാനും തുള്ളി കഞ്ഞിവെള്ളം തരാനും സ്വന്തം മക്കള് തന്നെ കാണൂ. അതുകൊണ്ട് അവരുടെ മുന്നിൽ തോറ്റു കൊടുക്കുന്ന അത്ര വലിയ കുറവൊന്നും അല്ല. എടോ ബോബി, താൻ ഇങ്ങേരോട് ക്ഷമിക്ക്. പരഗതിയില്ലാത്ത ഒരാള് എത്ര ദുഷ്ടനായാലും അയാളെ സംരക്ഷിക്കുന്ന ഒരു പുണ്യം തന്നെയാ. അപ്പച്ചന്റെ പൊന്നു കൂട്ടാ. മിസ്റ്റർ തരിയൻ, നിങ്ങൾ ധീരനായൊരു പട്ടാളക്കാരനാണ്. ഈ നാടിന്റെ അഭിമാനമാണ്. സ്വന്തം മകൻ ഒളിച്ചിരിക്കുന്നത് ഒറ്റിക്കൊടുത്ത് അവന്റെ മരണ സർട്ടിഫിക്കറ്റിൽ ഒപ്പിടാൻ തയ്യാറായ നിങ്ങളെപ്പോലെയുള്ളവരെയാണ് ഈ ലോകത്തിന് ആവശ്യം. അല്ലാതെ ഞങ്ങളോടൊപ്പം സഹകരിക്കാത്ത തൻ്റെ മകനെ പോലെയുള്ളവരല്ല. താങ്ക് യു മിസ്റ്റർ തരിയൻ. സീലിസ, ബാങ്ക് ഒരു പുതിയ വഴിത്തിരിവിൽ എത്തി നിൽക്കുക. ഈ അവസരത്തിൽ നമ്മുടെ കാർഡിന്റെ ഇൻട്രൊഡക്ഷൻ ബൈബിളിലെ പ്രവചനാന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയാലുണ്ടല്ലോ, ലിസ റിസീവ് ചെയ്യേണ്ടി വരും. സാറെന്താ ഈ പറയുന്നത്? ഞാൻ ഏറ്റവും നന്നായി പെർഫോം ചെയ്തത് ഈ വർഷ. പക്ഷെ താനും ഈ സ്ഥാപനത്തിന്റെ ഒരു സെക്യൂരിറ്റി റിസ്കാ. തന്റെ ചില വിശ്വാസങ്ങളുടെ പേരില് ബാങ്കിന്റെ ഈ നേട്ടം അട്ടിമറിക്കില്ല എന്ന് ആര് കണ്ടു? ശരിയാ സർ, ഈ കാർഡ് ഒരു തുടക്കമാണ്, വെളിപാടിലെ പ്രവചനങ്ങളുടെ തുടക്കം. നിങ്ങൾ ഇനി ഈ കാർഡിന് പകരം അടുത്ത ലെവലായി ഒരു കമ്പ്യൂട്ടർ ചിപ്പ് കൊടുക്കും. കാർഡ് കൈമോശം വന്നാലും ചിപ്പ് നഷ്ടപ്പെടില്ലല്ലോ. ഈ ചിപ്പിലെ മുദ്ര സ്കാൻ ചെയ്തല്ലാതെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല എന്നുള്ള അവസ്ഥ വരും. ആദ്യമൊക്കെ ഈ ചിപ്പ് ഉപയോഗിക്കാൻ ആളുകൾ മടിച്ചാലും സിനിമാ താരങ്ങളെയും സ്പോർട്സ് താരങ്ങളെയും വെച്ച് നിങ്ങൾ ചെയ്യുന്ന പരസ്യങ്ങളിലൂടെ പതുക്കെ അത് സാധിക്കും. സാറായിരിക്കും ഈ നാട്ടിൽ ആദ്യം അത് സ്വീകരിക്കുക. പക്ഷേ ഒരു ദിവസം സാറിനും അത് മനസ്സിലാവും, ഇപ്പോഴുണ്ടെന്ന് കരുതുന്ന ഈ അധികാരമെല്ലാം വെറും മിഥ്യയാണെന്ന്. ഈ മുദ്ര സ്വീകരിക്കാൻ വിസമ്മതിച്ച് സ്വന്തം മകനെ കൊണ്ടുപോകുന്ന കണ്ട് സാറ് കരയും. താൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ബാങ്കിന്റെ സീക്രട്സ് വല്ലതും എന്താ പുറത്തുവിട്ടാണ്ടല്ലോ. സാർ, സാർ ഒന്നുകൂടെ ചിന്തിക്കണം. ഈ ലോകത്തിന്റെ ഭാവി, സാറിന്റെ കുടുംബത്തിന്റെ നിലനിൽപ്പ്. You shut up. നിനക്ക് ഭ്രാന്താ. You are dismissed and get out. എടോ, നമുക്ക് ഹൈക്കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്താലോ? ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് എവിടുത്തെ ന്യായോ? ഏയ് ഒന്നും വേണ്ട ജയ, ദൈവത്തിന് ചിലപ്പോ എന്നെ കൊണ്ട് മറ്റെന്തെങ്കിലും ഉദ്ദേശം കാണും. എന്നാലും ഇങ്ങനൊരു ജോലി എന്നൊക്കെ പറഞ്ഞാൽ വരട്ടെ, അതുവരെ ഇച്ചാനും സാമിനൊപ്പം കഴിയാലോ, അവർക്ക് സന്തോഷാവും. തന്റെ ഈ അടിയുറച്ച ദൈവവിശ്വാസം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ലിസ, ഈ ലോകത്ത് ആയിരക്കണക്കിന് ദൈവങ്ങളും മതങ്ങളും ഉണ്ട്. അതിനിടയില് യേശു മാത്ര രക്ഷകനെന്ന് തനിക്കെന്താ ഇത്ര ഉറപ്പ്? യേശു ആവില്ല രക്ഷകനെന്ന് തനിക്കെന്താ ഉറപ്പ്?
സമയം ബോബിച്ചേ, ഫോൺ എടുക്ക്. യേശുവിന്റെ വീണ്ടും വരവ് ഇതാ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ട് തരിക പുതിയ ജീവിതമൊക്കെ? ഒരു കുഴപ്പമില്ല അച്ചു. ആ സാമുകൂട്ടൻ തന്നെ വലിയ കാര്യമാ. ഇപ്പോഴും കൂടെ എന്നെ വിളിച്ചതാ അച്ചു, പാർക്കിൽ പോവാൻ. കുറച്ച് സമയമെടുത്താലും ഒക്കെ ശരിയാവൂടോ തരിക. അവളുടെ പ്രാർത്ഥനയും ധ്യാനവും സഹിക്കാൻ പറ്റാത്ത അച്ചു. എടോ, ഞാൻ വീണ്ടും ഒരു പിതാവാകാൻ പോവാടോ. സത്യം? തിരിച്ചു ചെല്ലുന്നത് ജയിലിലേക്കാണെങ്കിലും ഞാനും ആലീസും അതിന്റെ സന്തോഷത്തിലാണ്. താൻ ചെല്ലടോ, ഞാനിവിടെ ഇരിക്കാം. എന്തായി കാണുന്നേ? ലിസ, ലിസ. ആയിരക്കണക്കിന് ആളുകളെ ലോകമെമ്പാടും കാണാതായിരിക്കുന്നു. ചില ക്രിസ്തീയ വൃത്തങ്ങൾ പറയുന്നത് ഇത് യേശുവിന്റെ രണ്ടാം വരവായിരുന്നു എന്നാണ്. അമേരിക്കൻ മന്ത്രാലയവും പെന്റഗണും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. രാഷ്ട്രപതി ഭവനിൽ ഒത്തുചേർന്ന അടിയന്തര യോഗം ഇന്ത്യൻ സേനയോട് അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശിച്ചു. ഇതൊരു കെമിക്കൽ യുദ്ധഫലമാണോ അതോ ഒരു വൈറസ് ബാധയാണോ? അതുമല്ല, ചിലർ വിശ്വസിക്കുന്നത് പോലെ അന്യഗ്രഹ ജീവികളുടെ പ്രവൃത്തിയാണോ? ശാസ്ത്രീയ പഠനങ്ങൾ ഒന്നും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല. ലോക നേതാക്കൾ പരസ്പര സഹായത്തിനായി രൂപീകരിച്ച യുണൈറ്റഡ് വേൾഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്നു. ഇതിന്റെ ഡയറക്ടർ ജനറലിനെ ഇന്ന് തിരഞ്ഞെടുക്കും.